4 അലോയ് ഇട്ട വണ്ടി പൊക്കി അതിൽ ഓരോ അലോയ്ക്കും 5000 രൂപ വെച്ച് 4 അലോയ്ക്ക് കൂടെ 20,000 രൂപയാണ് അവർ വെറ്റി കൊടുക്കുന്നത്. ഇത് ഒരു മര്യാദയൊക്കെ വേണ്ട. നമ്മളും അരിയാഹാരമൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയ്ക്ക് 4-5 കാര്യങ്ങൾ ചോദിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു അലോയ് ആയിക്കോട്ടെ, നോർമൽ ഒരു സ്റ്റിക്കർ ആയിക്കോട്ടെ, ഇത് നമ്മൾ സ്വന്തമായിട്ട് കൈകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ല. ഒരു അക്സസറീസ് ഷോപ്പിൽ പോയി പൈസ കൊടുത്ത്, ടാക്സും കൊടുത്ത്, GST കൊടുത്തതിന് ശേഷമാണ് ഇത് വാങ്ങുന്നത്. ഈ ഷോപ്പിലോട്ട് ഈ സാധനം എത്തുന്നതോ ഗവൺമെന്റിന്റെ പെർമിറ്റ് കിട്ടിയതിന് ശേഷം. ഈ ഗവൺമെന്റ് പെർമിറ്റ് കൊടുക്കുമ്പോൾ ഇത് വീട്ടിൽ കൊണ്ടുപോയി ചെടി വെച്ച് നനയ്ക്കാനല്ലോ, ഈ വണ്ടിയിൽ കയറ്റാൻ തന്നെ അല്ലേ. അതിനുശേഷമല്ലേ ഈ പെർമിറ്റ് കൊടുത്ത് ഈ സാധനം ഷോപ്പിലോട്ട് എത്തുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവർ പറയുന്ന ഒരു പോയിന്റ് ആണ് സേഫ്റ്റി. ഓൾട്ടർ ചെയ്ത വാഹനത്തിൽ തീരെ സേഫ്റ്റി ഇല്ല. 4 അലോയും 4 സ്കേർട്ടും കയറുമ്പോൾ ഒരു വാഹനത്തിന്റെ സേഫ്റ്റി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല. അംഗീകരിച്ചു കൊടുക്കാം. ഒരു 100 ആക്സിഡന്റ് കേസസ് എടുക്കട്ടെ, അതിൽ എത്ര നോർമൽ വാഹനങ്ങളാണ്, എത്ര മോഡിഫൈഡ് ചെയ്ത വാഹനങ്ങളാണ് ആക്സിഡന്റ് ആയിട്ടുള്ളത് എന്നുള്ളൊരു കണക്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. ഇനി ആളുകളുടെ സുരക്ഷയാണ് നോക്കുന്നത്. ഷോറൂമിൽ നിന്നും പുതിയതായി വാങ്ങുന്ന പല വാഹനങ്ങൾക്കും 5-ൽ 2 സ്റ്റാർ ആണ് ക്രാഷ് ടെസ്റ്റുകളിൽ കിട്ടിയിട്ടുള്ളത്. ചുമ്മാ ബോണത്തിൽ നിന്ന് തൊട്ടാ ചളുങ്ങുന്ന വാഹനങ്ങൾ ഇപ്പോഴും പുതിയതായിട്ട് 5-6 ലക്ഷം രൂപയ്ക്ക് നമുക്ക് വാങ്ങാൻ കിട്ടും. എന്തുകൊണ്ടാണ് അതൊന്നും ബാൻ ചെയ്യാത്തത്? നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പ് അലോയ് വീലിന്റെയും സ്റ്റിക്കറിന്റെയും ഫോഗ് ലാമ്പിന്റെയും ഒക്കെ പേരിൽ ആളുകളെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കുന്നു എന്നാണ് ആരോപണം. നിരവധി പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തത്. ഇതിന് സമാനമായ വീഡിയോയും കമന്റുകളും ആളുകൾ പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. സംഗീത സംവിധായകൻ സൂരജും തനിക്കുണ്ടായ ദുരനുഭവം പങ്കുവയ്ക്കുന്നു. 3000 രൂപയാണ് പിഴ അടച്ചത് എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. സത്യത്തിൽ മോട്ടോർ വാഹന വകുപ്പ് പൊതുജനങ്ങളെ പിഴിയുകയാണോ? അനാവശ്യമാണോ ഈ പിഴകൾ? ഇതേക്കുറിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാനും യാഥാർത്ഥ്യം എന്തെന്ന് വിശദീകരിക്കാനും ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ശ്രീ രാജീവ് പുത്തലത്ത് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാർ ആക്സസറീസ് ഡീലേഴ്സ് അസോസിയേഷൻ പ്രതിനിധി അബ്ദുൽ കരീം നമ്മളോടൊപ്പം ചേർന്ന് അവരുടെ പക്ഷം പറയും. പ്രേക്ഷകർക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ സംശയങ്ങളൊക്കെ ശ്രീ രാജീവ് പുത്തലത്തിനോട് ചോദിക്കുകയും ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 0471 66 15 ഏതായാലും വാർത്തയിൽ ഇന്നിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം ഗതാഗത വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ശ്രീ രാജീവ് പുത്തലത്തിലേക്ക്. ശ്രീ രാജീവ് പുത്തലത്ത്, തുടക്കത്തിൽ ഈ ദൃശ്യങ്ങൾ കാണിച്ചത്, ഇത്തരത്തിലുള്ള വീഡിയോ പലതും സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറേ നാളുകളായി പ്രചരിക്കുന്നുണ്ട്. അതിനൊക്കെ സ്വാഭാവികമായും ഗതാഗത വകുപ്പിന് നിങ്ങൾക്ക് മറുപടി ഉണ്ടാകുകയും ചെയ്യും. എന്താണ് ഈ വീഡിയോ കാണുമ്പോൾ ആദ്യം തുടക്കത്തിൽ പറയാനുള്ളത്? അതെ, തീർച്ചയായും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ തരത്തിലുള്ള മോട്ടോർ വാഹന വകുപ്പിൻ്റെ ക്രൂരമായി എന്ന് തന്നെ പറയാം ഇത്തരത്തിലുള്ള ചെക്കിംഗ് രീതികളെ പറ്റിയൊക്കെ. പക്ഷേ ഞങ്ങളത് വിശദമായി പരിശോധിച്ചു. ഇതിലെന്തെങ്കിലും സത്യങ്ങളുണ്ടോ എന്നറിയാൻ വേണ്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കേരളത്തിലെ മുഴുവൻ RTOമാരുടെയും യോഗം വിളിച്ചു. പക്ഷേ വളരെ ചെറിയ കാര്യങ്ങളൊക്കെ ഓൾട്ടറേഷനെതിരെ ചെക്കിങ്ങുകളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും ഈ പറയുന്ന പല കാര്യങ്ങളിലും അങ്ങനെ ഒരു സംഭവം പോലും നടന്നിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അപ്പോൾ വിശ്വസിക്കാൻ പറ്റാതെ, നമുക്ക് തന്നെ അറിയാം, ഇതിൽ ഫൈൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 30% ഉദ്യോഗസ്ഥനും 70% സർക്കാരിനും പോകുന്നു എന്നുള്ളത് പോലും നമുക്ക് കേട്ട് കഴിഞ്ഞാൽ അറിയാം അത് സത്യമല്ല എന്നുള്ള കാര്യം. കാരണം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുകളിലും അത്തരം ഒരു സംഭവങ്ങളില്ല. കസ്റ്റംസിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതൊക്കെയുണ്ട്, പക്ഷേ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റുകളിലും അത്തരമില്ല, സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തോ ഒരു ഗൂഢാലോചനയുള്ളതായിട്ടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം ഇത്തരം ചെക്കിങ്ങിൽ ആരെയൊക്കെയോ വേദനിപ്പിക്കുന്നു, ഏതൊക്കെയോ വിഭാഗങ്ങളെ ഈ പറയും പോലെ ചെക്കിങ്ങിലൂടെ അവർക്ക് വിഷമങ്ങളുണ്ടായതിൻ്റെ പ്രതിഫലനമായാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അല്ലാതെ നോർമൽ രീതിയിലുള്ള ഞങ്ങൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പുതിയൊരു സേഫ് കേരള സ്ക്വാഡുകൾ തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം കൊറോണയുടെ കാലങ്ങളൊക്കെ ഞങ്ങൾ കൂടുതൽ ഈ റെയിൽവേ സ്റ്റേഷനും എയർപോർട്ടും ഒക്കെ കേന്ദ്രീകരിച്ച് അവിടെയുള്ള ഈ കൊറോണ ഈ വിദേശത്ത് വരുന്ന ആളുകളെയൊക്കെ ട്രാൻസ്പോർട്ടേഷനൊക്കെ ആയിട്ട് മുഴുവൻ സമയവും മുഴുകിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്ന ഒരു ഇത് കണ്ടതിനെ തുടർന്നാണ് കുറേ ആളുകളെ ഈ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനം പുനരാരംഭിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ സമയത്താണ് നമ്മളുടെ ഡിജിറ്റൽ എൻഫോഴ്സ്മെൻറ്റ് കൂടി ഈ രംഗത്ത് വന്നത്. അപ്പോൾ കാര്യക്ഷമമായി എന്ന് പറയാനേ ഉള്ളൂ, അല്ലാതെ
മുൻപത്തേക്കാളും കൂടുതലായെന്നോ അല്ലെങ്കിൽ ഈ ഓൾട്രേഷൻ മാത്രം എതിരെയുള്ള ഒരു ഡ്രൈവാണെന്നോ ഉള്ള തരത്തിലുള്ള ഒരു ഇതും മോട്ടോർ വാഹന വകുപ്പ് നടത്തിയിട്ടില്ല. അല്ല, പക്ഷേ ശ്രീ രാജീവ്, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഗൂഢാലോചന അത് വെച്ച് തുടങ്ങാം. അങ്ങനെ ഒരു ഗൂഢാലോചന എന്തിന് താങ്കൾക്ക് അല്ലെങ്കിൽ താങ്കളുടെ ഗതാഗത മോട്ടോർ വാഹന വകുപ്പിനെതിരെ എന്തിന് അങ്ങനെ ഒരു ഗൂഢാലോചന? ഇതുവരെ ഇല്ലാത്തൊരു ഗൂഢാലോചന. അപ്പോൾ പെട്ടെന്ന് ഇത് ഉയർന്ന് ഉണ്ടായി വരിക, അതിൽ സംശയമില്ലേ? അങ്ങനെ ഒരു ഗൂഢാലോചന എന്തിന്? ഞങ്ങൾക്ക് ഞാൻ അതിനെപ്പറ്റി പറയാം. അതായത് അതിഭീകരമായി ഓൾട്രേഷൻ ചെയ്ത 1-2 വാഹനങ്ങൾ ഞങ്ങൾ പിടിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അതിന് നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പിഴയും ഈടാക്കി, അതുപോലെ തന്നെ അതിൻ്റെ രജിസ്ട്രേഷൻ കാര്യങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ. കാരണം അത് ഒരു പൊതുജനത്തിന് സുരക്ഷിതമായിട്ടുള്ള രീതിയിലായിരുന്നില്ല അത് ഓൾട്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു 1-2 വാഹനങ്ങൾക്കെതിരെ നടപടികൾ എടുത്തപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾക്കെതിരെ വളരെയധികം നിശിതമായിട്ടുള്ള വിമർശനങ്ങൾ കുറച്ച് നാളായി ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത്തരം ഭീകരമായിട്ടുള്ള ഓൾട്രേഷൻ, നമുക്കറിയാം ഇത്തരം വണ്ടികൾ പലപ്പോഴും രാത്രി കാലങ്ങളിലൊക്കെ മനുഷ്യരെയൊക്കെ പേടിപ്പിച്ചുകൊണ്ട് ഓടിക്കുന്ന സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട്. മെയിൻ റോഡുകളിലൂടെയൊക്കെ ചീറിപ്പായ രാത്രികളിൽ ഇത് പലതും അപകടങ്ങളിൽ പറ്റുക, അങ്ങനെയുള്ള ഒരു കൂട്ടായ്മ ഉള്ളതായി ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തായാലും മോട്ടോർ വാഹന വകുപ്പ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഞങ്ങൾക്ക് തിരിച്ചറിയാം. റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു പരാതി മൂവ് ചെയ്തതിൻ്റെ ഭാഗമായിരിക്കാം ഇങ്ങനെയുള്ള വീഡിയോ എന്നുള്ള താങ്കളുടെയും താങ്കളുടെ വകുപ്പിൻ്റെയും ഒരു സംശയം. രണ്ടാമത്തെ കാര്യം, പലരും പറയുന്നത്, ഇപ്പോൾ താങ്കൾ ജസ്റ്റ് പറഞ്ഞു പോയത്, ഈ പിടിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ പിഴ ഈടാക്കുന്ന ഉദ്യോഗസ്ഥന് 30% കമ്മീഷനുണ്ട്. ഈ മോട്ടോർ വാഹന വകുപ്പിൽ കൂടുതലായി അടുത്തൊന്നും ശമ്പള വർധന ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥർക്ക് അതുകൊണ്ട് തന്നെ ശമ്പള വർധന ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പണം കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് പിഴ ഈടാക്കുന്നത് ആരോപണമാണ് കേട്ടതാണ്. അതിലെന്തെങ്കിലും പൊരുളുണ്ടോ? അത് സാധാരണക്കാർക്കും പോലും അറിയുന്നതല്ലേ. ശമ്പള വർധനവ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇന്നുവരെ ശമ്പള വർധനവിനെതിരെ ഒരു സമരം നടത്തിയിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഡിപ്പാർട്ട്മെൻറ്റിന് മാത്രമായി ഒരു ശമ്പള വർധനവ് കേരള സർക്കാരിന് ചെയ്യാൻ പറ്റില്ല. അത് മൊത്തമായി ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഒരേ ശമ്പളം ആണ്. അത് ശമ്പള വർധനവ് ഉണ്ടാകുമ്പോൾ കേരളത്തിലെ മൊത്തം ജീവനക്കാർക്കുമാണ് ഉണ്ടാവുക. അല്ലാതെ മോട്ടോർ വാഹന വകുപ്പിന് മാത്രം ഒരു പർട്ടിക്കുലർ ശമ്പളം, മോട്ടോർ വാഹന വകുപ്പിന് മാത്രം അതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ്, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. അത് ആർക്കും കേൾക്കുന്നവർക്ക് തന്നെ അറിയാം അത് ഒരു അവാസ്തവമായിട്ടുള്ള ഒരു ഇതാണെന്നുള്ളത്. റൈറ്റ്. ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം കൊല്ലത്തുനിന്നും രാജേഷ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. രാജേഷിന്റെ സംശയം എന്താണ്? രാജേഷ് ചോദിച്ചോളൂ. നമസ്കാരം സാർ. എന്റെ സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഒരു ആക്സസറി കടയിൽ പോകുമ്പോഴത്തേക്കും അവിടെ നമ്മൾ ഇപ്പം അലോയ് വീല് തന്നെ അതിൽ ഏത് വെക്കാം ഏത് വെച്ചുകൂടാ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുന്നില്ല. യഥാർത്ഥം പറഞ്ഞാൽ അവർ പറയുന്നത് തന്നെ ഇത് വയ്ക്കാം, എത്ര പേര് വെച്ച് പോകുന്നുണ്ട്, ആർടിഐയിൽ നിന്ന് അങ്ങനെ ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല എന്ന് അങ്ങനെ കേട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം എനിക്ക് ഞാൻ വാങ്ങിച്ച അലോയ് വീല് എനിക്കത് പറ്റത്തില്ല എന്നുള്ളൊരു രീതി വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒന്ന് പറ്റിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തില് കടകളിൽ ഷോപ്പുകളിൽ വയ്ക്കാൻ പാടില്ലാത്ത അലോയ് എന്തിനാണ് അനുവദിക്കുന്നത്? റൈറ്റ്. ശ്രീ രാജേഷ്, വളരെയധികം നന്ദി വിളിച്ചതിൽ. ശ്രീ രാജീവ് പുത്തലത്ത് മറുപടി. രാജേഷ്, ഇതിലെനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് മോട്ടോർ വാഹന വകുപ്പ് അലോയ് വീലുകൾക്കൊന്നും എതിരല്ല. കാരണം അത് തെറ്റായ ഒരു ന്യൂസാണ്. കാരണം നമ്മൾക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വാഹനം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ വീലിൻ്റെ സൈസുകൾ പരമാവധി എത്ര വരെയാകാം, അതിൻ്റെ വിഡ്ത്ത് എത്ര വരെയാകാം. കാരണം അതിനനുസരിച്ചാണ് അത് ആ വാഹനത്തിൻ്റെ എൻജിൻ ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ബ്രേക്കിൻ്റെ പാഡുകൾ ഡിസൈൻ ചെയ്യുന്നത്, അതിൻ്റെ ബ്രേക്കിൻ്റെ സിലിണ്ടറുകൾ ഡിസൈൻ ചെയ്യുന്നത്, എല്ലാം ഒന്നിനൊന്ന് കണക്റ്റഡാണ്. അപ്പോൾ ഒരു വീലുകൾ ഒരു മാനുഫാക്ചറർ പറഞ്ഞിരിക്കുന്നത് അതും ഞാൻ ഡിഫൈൻ ചെയ്തു തരാം. ഒരു വാഹനം നമ്മളിപ്പോൾ പോവുകയാണ്, മാരുതി വാഹനം വാങ്ങാൻ പോവുകയാണ്, ഒരു സ്വിഫ്റ്റ് സപ്പോസ്. അതിൻ്റെ നമ്മുടെ ബഡ്ജറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അതിൻ്റെ ഏറ്റവും ലോവർ വേർഷനാണ് വാങ്ങുന്നത്. അതിന് പലപ്പോഴും ചിലപ്പം ഒരു 14 ഇഞ്ച് വീലായിരിക്കാം, അതിൻ്റെ ഹയർ വേർഷന് 17 ഇഞ്ച് വീലായിരിക്കാം. ഈ 14 ഇഞ്ച് 17 ഇഞ്ച് വരെയുള്ള വീലുകൾ ഇടുന്നതിന് ഞങ്ങൾക്ക് എതിർപ്പില്ല. കാരണം അത് മാനുഫാക്ചറർ തന്നെ അവരുടെ ഡിഫറൻറ്റ് വേരിയൻറ്റുകളിൽ പ്രിസ്ക്രൈബ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് പ്രൂവ് ചെയ്തൊരു സാധനമാണ്. അതല്ലാതെ അതിനെക്കാട്ടിയും വലിയ പുറത്ത് തള്ളി നിൽക്കുന്ന വീലുകളൊക്കെ വാഹനത്തിൽ ഫിറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി മറ്റുള്ള യാത്രക്കാരൊക്കെയാണ് പ്രശ്നമാകുക. കാരണം ഈ വീലാർച്ചും കഴിഞ്ഞിട്ട് പോകുന്ന വീലിലൂടെ തെറിക്കുന്ന മണ്ണുകളും ചെളികളും ഒക്കെ ചിലപ്പോൾ പുറകിലുള്ള ഒരു ബൈക്കുകാരൻ്റെ കണ്ണിലായിരിക്കും എത്തുക.
അപ്പോൾ ചിലപ്പോൾ അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിയറിംഗ് സ്റ്റെബിലിറ്റി, അതായത് നമ്മൾ പെട്ടെന്നൊരു വലിയ വൈഡർ ടയർ വെച്ചിട്ട് നമുക്കൊരു പെട്ടെന്നൊരു സ്റ്റിയറിംഗ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ ടയറിൻ്റെ എഡ്ജ് ചിലപ്പം ഈ ബോഡിയുമായിട്ട് ടച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ടേണിംഗ് റേഡിയസ് കറക്റ്റ് ആവില്ല. ചിലവർ സ്പേസർ വെക്കും. സ്പേസർ വെച്ച് വാഹനത്തിൻ്റെ ഈ വീലുകൾ പുറത്തേക്ക് ചാടിക്കും. മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം ഇത് ഓൾട്രേഷന് മാത്രമേ എതിർക്കുള്ളൂ. അല്ലാതെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു സാധാരണ ഒരു അലോയ് വീല് ഫിറ്റ് ചെയ്യുന്നതിന് എതിർപ്പൊന്നും ഞങ്ങൾക്കില്ല. അല്ല ശ്രീ രാജീവ്, അതായത് അലോയ് വീല് നമ്മൾ വാഹനം വാങ്ങുമ്പോൾ ആ കമ്പനി തന്നെ പറയുന്ന വാഹനത്തോടൊപ്പം അലോയ് വീല് നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, അങ്ങനെ വാങ്ങുകയാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ അലോയ് വീല് നമ്മൾ അതിന് ശേഷം കൊണ്ടുപോയി ഓൾട്ടർ ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നാണ്. അല്ലല്ല, ഞാൻ പറഞ്ഞ ആ വാഹന നിർമ്മാതാവ് തരുന്ന അതേ അലോയ് വീല് വാങ്ങണമെന്നല്ല, അതേ സൈസിലുള്ള അലോയ് വീല് നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. റൈറ്റ്. ശ്രീ അനിലുണ്ട് തിരുവനന്തപുരത്തു നിന്നും. അനിലിന്റെ സംശയം ചോദിച്ചോളാൻ. സാറേ, ഇപ്പോൾ ഈ സർക്കാർ ഇങ്ങനൊരു നടപടി സ്വീകരിച്ച വളരെ സ്വാഗതാർഹമാണ്. കാരണം ഇവിടെ നിയമം ലംഘിച്ച് പല ആൾക്കാരും ഈ തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായിട്ട് നമ്മുടെ ചെവി പൊട്ടുന്ന തരത്തിലുള്ള ഹോണാണ് പല ചെറിയ ചെറിയ വാഹനങ്ങളിൽ നിന്ന് മുഴക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിൽ സാധാരണ കൂടുതലും വരുന്ന ഈ മീൻ വിൽക്കുന്ന ആൾക്കാരുടെ ഈ ചെറിയ വണ്ടിയെ പോലും നമ്മുടെ ചെവി പോലും പൊട്ടുന്ന തരത്തിലാണ് അവരുടെ ഹോണുകൾ മുഴങ്ങുന്നത്. പക്ഷെ അതിനെതിരെ സാറേ ഒരു ശക്തമായ നടപടി എടുക്കണം. അത് വരും ദിവസങ്ങളിൽ അതിനോടുള്ള ഒരു പരിശോധന കൂടെ വേണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. റൈറ്റ്, അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് ശ്രീ രാജീവ്. കാരണം നമ്മൾ കേൾക്കുന്നത് വലിയ ശബ്ദം. ഇപ്പോൾ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും റോഡിലൂടെ അതിവേഗത്തിൽ ചില ബൈക്കുകൾ, അതാണ് ബൈക്കുകൾക്കും കാറുകൾക്കും ആണ് പ്രധാനമായും നമ്മളിത് കാണുന്നത്. അതെ, ഇതിലും ഒരു എനിക്ക് പറയാനുള്ളത്, പലർക്കും വാഹനം വാങ്ങി നേരെ ആക്സസറീസ് ഷോപ്പിൽ പോകുന്നു. നമ്മൾക്ക് പലപ്പോഴും അതിൻ്റെ കമ്പനി വരുന്ന ഹോണ് മാറ്റണം എന്നുള്ള തോന്നൽ വരും. പക്ഷേ മാറ്റുന്നതിന് പ്രശ്നമില്ല, പക്ഷേ അതും വിത്തിൻ ദ ലിമിറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ മോട്ടോർ വാഹന വകുപ്പ് നിഷ്കർഷിക്കുന്നുള്ളൂ. അതായത് പരമാവധി ഒരു വാഹനത്തിൻ്റെ ഹോൺ സൗണ്ട് 98 ഡെസിബിൾസിൽ കൂടുതലുള്ള ഹോണുകൾ ഉപയോഗിക്കാൻ പാടില്ല. അത്ര മാത്രമേ ഉള്ളൂ. അല്ല, അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ഹോണ് അതിൻ്റെ മാനുഫാക്ചറിങ്, അതിൻ്റെ വാറണ്ടിക്കൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ഫിറ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ കാതടപ്പിക്കുന്ന പോലുള്ള സൗണ്ടുകൾ, ഇദ്ദേഹം പറഞ്ഞതുപോലെ എയർ ഹോണുകൾ, മൾട്ടി ടോൺ ഹോണുകൾ, ഇത്തരം ഡിപ്പാർട്ട്മെൻറ്റ് ഇനിയും നടപടി തുടരും. ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് അത്തരം ഹോണുകൾക്കെതിരെ പോകാൻ പോകുന്നത്. ശ്രീ രാജീവ്, ഒരു സംശയം ഉണ്ടാകുന്നത് ഏത് തരത്തിലുള്ള, ഇപ്പോൾ നമ്മൾ പറഞ്ഞ് ജസ്റ്റ് സൂചിപ്പിച്ചു പോയെങ്കിൽ പോലും പലർക്കും സംശയം, ഒരു വാഹനം വാങ്ങിയാൽ ഇപ്പോൾ ഓൾട്രേഷൻ പൂർണ്ണമായും പാടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെ ആകാം ഓൾട്രേഷൻ? എങ്ങനെയാണ് ഒരു വാഹനം വാങ്ങിയിട്ട് അതിന് പിന്നീട് മോഡിഫൈ ചെയ്യാവുന്ന ഒരു പരിധി എങ്ങനെ നമ്മൾ നിശ്ചയിക്കും? അതെ സുരേഷ്, ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. മുഖ്യമായും ആളുകൾ ചെയ്യുന്ന ഒരു ഓൾട്രേഷൻ അലോയ് വീല്, അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു വ്യക്തമായിട്ട്. പിന്നെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് അവരുടെ ഈ ബുൾബാറുകൾ, ഈ വാഹനത്തിൻ്റെ ഫ്രണ്ടുകളിൽ ബുൾബാറുകൾ ഫിറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അത് തീർത്തും സുപ്രീം കോടതി വളരെ വ്യക്തമായി ജഡ്ജ്മെൻറ്റുകളിൽ പറഞ്ഞിട്ടുണ്ട്, ബുൾബാറുകൾ പാടില്ല എന്ന്. മറ്റൊന്നുമല്ല, ബുൾബാറുകൾ പലരും ഫിറ്റ് ചെയ്യുന്നത് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിനൊന്നും പറ്റാൻ പാടില്ല എന്നുള്ളതാണ്. അത് തീർത്തും തെറ്റാണ്. കാരണം വാഹനം നിർമ്മിക്കുമ്പോൾ തന്നെ ഈ ഫ്രണ്ട് പോർഷൻ മറ്റുള്ള ഭാഗങ്ങളെക്കാളും വളരെ ഒരു ക്രാഷ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ് ആയിരിക്കും പൊതുവേ. അപ്പോൾ ഒരു വാഹനം ഒരാളെ ഇടിക്കുകയാണെങ്കിൽ ഒന്ന് ആ ഇടിച്ച ആൾക്ക് അധികം പരിക്ക് വരാൻ പാടില്ല. അതുപോലെ തന്നെ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ ഫ്രണ്ട് ഭാഗം തകർന്നു കഴിഞ്ഞാലും പാസഞ്ചർ ഭാഗങ്ങൾ സേഫ് ആയിരിക്കണം എന്നുള്ളതാണ് ഒരു മാനുഫാക്ചറുടെ മെയിൻ അവർ മാനുഫാക്ചർ ചെയ്യുമ്പോൾ ഉദ്ദേശിക്കുന്നത്. അതിന് പകരം നമ്മുടെ വാഹനത്തിന് ഒരു ചെറിയ പോറൽ പോലും ഏൽക്കാതിരിക്കാൻ വേണ്ടി ബുൾബാർ വെക്കുന്നതോടുകൂടി ഇടിക്കുന്ന ആൾക്ക് കൂടുതൽ പരിക്കും പറ്റും. അതുപോലെ തന്നെ ഇതിന് ഉള്ളിലുള്ള എയർ ബാഗ് പോലുള്ള സംവിധാനങ്ങളുടെ സെൻസറുകൾ ഏറ്റവും ഫ്രണ്ടിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ സെൻസർ ഓപ്പറേറ്റ് ചെയ്യില്ല. തീർച്ചയായും എയർ ബാഗ് ഉണ്ടെങ്കിലും അത് ഓപ്പൺ ആവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ബുൾബാറുകൾ, അത് തീർത്തും പാടില്ല. പിന്നെ മറ്റൊന്ന് കാണുന്നത്, പലരും ഈ കൂളിംഗ് സ്റ്റിക്കറുകളെ പറ്റിയാണ് ഏറ്റവും കൂടുതലുള്ള സംശയം നിലവിലുള്ളത്. കൂളിംഗ് സ്റ്റിക്കർ ഒരു 6 കൊല്ലം മുമ്പിലുള്ള ഒരു സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഇത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ പലർക്കും സംശയമുണ്ടാവാം 100% ട്രാൻസ്പെറൻസി, അതായത് നമ്മൾ കൂളിംഗ് സ്റ്റിക്കർ അറിയുക തന്നെയില്ല. അത്തരം കൂളിംഗ് സ്റ്റിക്കർ പറ്റുമോ, 70% പറ്റുമോ, അങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു തരത്തിലുള്ള സ്റ്റിക്കറുകളും പാടില്ല. കാരണം
ഗ്ലാസ്സിന് അതിൻ്റെതായ പ്രോപ്പർട്ടികളുണ്ട്. അതായത് ഒരു വാഹനം ഇടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്ലാസ് ഗ്രാന്യൂൾസ് രൂപത്തിൽ പൊടിഞ്ഞ് താഴെ വീഴണം. അത്തരം പ്രോപ്പർട്ടീസിനെ മാറ്റുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള കൂളിംഗ് സ്റ്റിക്കറുകളും വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വാഹനം മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ വേണമെങ്കിൽ അതിൻ്റെ ടിൻറ്റ്, അതായത് ടിൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറൻസി പെർസെൻറ്റേജ്, ഫ്രണ്ടിൽ നിന്ന് 70% സൈഡിൽ നിന്ന് 50% പാടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാനുഫാക്ചർ ചെയ്യുമ്പോഴുള്ള അവൈലബിൾ ആയിട്ടുള്ള കൂളിംഗ് ഗ്ലാസ്സുകൾ അലൗഡാണ്. അതേസമയം നമ്മൾ ഗ്ലാസ്സുകളിൽ സ്റ്റിക്കറുകളോ മറ്റോ ഉപയോഗിച്ച് അതിൽ യാതൊരു തരത്തിലുള്ള ഓൾട്ടറേഷൻസും വരുത്താൻ പാടില്ല എന്നുള്ളത് വളരെ ക്ലിയറാണ്. റൈറ്റ്. ഇപ്പോൾ ശ്രീ മുഹമ്മദ് ഷാഫി കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. ശ്രീ മുഹമ്മദ് ഷാഫി കാർ ആക്സസറീസ് ഡീലേഴ്സ് ഡിസ്ട്രിബ്യൂഷൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്. ശ്രീ മുഹമ്മദ് ഷാഫി, വലിയ പരാതി ഇപ്പോൾ നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുമുണ്ട്. ഇത്തരത്തിൽ ഞങ്ങൾ വിൽക്കുന്ന സാധനങ്ങളല്ലേ, ലൈസൻസോട് കൂടിയിട്ട് വിൽക്കുന്ന സാധനങ്ങളാണല്ലോ, പിന്നീട് എന്തിന് ഇതൊക്കെ പിടിക്കണമെന്നുള്ള സംശയം നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നും ഉണ്ട്. നിങ്ങളുടെ പൊതുവായിട്ടുള്ള ഈ ഗതാഗത വകുപ്പിന് മുന്നിൽ വെക്കാനുള്ള നിങ്ങളുടെ ഒരു നിർദ്ദേശം എന്താ? ശരിയാണ്, സുരേഷ് പറഞ്ഞത് ശരിയാണ്. നമ്മളെ സംബന്ധിച്ചോളം ഈ ഒരു പ്രചാരണം, സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുന്ന ഈ ഒരു വലിയ പ്രചാരണം, അത് ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുന്നതോടൊപ്പം ഉദ്യോഗസ്ഥർക്കിടയിൽ ഇപ്പം 30% കമ്മീഷൻ എടുക്കുന്നു എന്ന രീതിയിലുള്ള ഒരു പ്രചാരണം വരുന്നതോടൊപ്പം തന്നെ വ്യാപാരികളായ ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. വളരെയധികം ബുദ്ധിമുട്ടിലാക്കി എന്ന് പറഞ്ഞാൽ ഏകദേശം ടയറും അലോയും ആക്സസറീസും എല്ലാം കൂടെ ഫിറ്റ് ചെയ്യുന്ന 5000-ഓളം കടകൾ കേരളത്തിലുണ്ട്. 5000-ലധികം കടകളുണ്ട്. ഇവിടുത്തെ ഉടമകൾക്ക് പുറമെ ജീവനക്കാരായിട്ടുള്ള ഏതാണ്ട് 100,000-ൽ പരം തൊഴിലാളികൾ, അവരുടെ കുടുംബങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. അവരുടെയൊക്കെ ജീവിതം വഴിമുട്ടുന്ന തരത്തിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരു ഷോപ്പിൽ കയറി ഒരു ടാഗ് പോലും, ഒരു നമ്മൾ സാധാരണ 50 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ടാഗ് പോലും അതിനകത്ത് തൂക്കരുത് എന്ന നിലയിലുള്ള ഒരു പ്രചാരണം വരികയും അതൊക്കെ ചില സ്ഥലത്ത് പിടിച്ചിട്ടുണ്ട് എന്നുള്ളതും വസ്തുതയാണ്. രാജീവ് സാറ് പറയുന്നു അത്തരത്തിൽ വ്യാപകമായിട്ടൊരു പിടുത്തമൊന്നും ഇല്ല എന്ന് പറയുമ്പോഴും പല സ്ഥലങ്ങളിലും അത്തരത്തിലുള്ള ഒരു പരിശോധനയും ഫൈൻ ഈടാക്കലും നടന്നിട്ടുണ്ട് എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒന്ന് തുടരുക ശ്രീ രാജീവ്, അതിനൊരു മറുപടി. അതെ, ഇദ്ദേഹം പറഞ്ഞതുപോലെ ചിലപ്പം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലും എല്ലാം പൂർണ്ണമായും ഞാൻ നിഷേധിക്കുന്നില്ലെങ്കിലും ചെറിയ തരത്തിൽ ചിലപ്പം ഈ ഇദ്ദേഹം പറഞ്ഞതിനെ ഞാൻ അനുകൂലിക്കുന്നു. അപ്പോൾ നമ്മുടെ നിയമത്തിൽ ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് ജനറലായി സെക്ഷൻ 52 പ്രകാരമുള്ള ഓൾട്ടറേഷന് വ്യാപകമായിട്ട് ഒരു സുപ്രീം കോടതി വിധി ഉണ്ടായിരുന്നു കഴിഞ്ഞ 2019 ജാനുവരിയിൽ. സുപ്രീം കോടതി അന്ന് പറഞ്ഞത് ഒരു തരത്തിലുള്ള ഓൾട്ടറേഷൻസും പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, ഇന്ത്യ ഒട്ടുക്കും പ്രശ്നങ്ങൾ വന്നു. അപ്പോൾ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ഇതിലൊരു ഇടപെട്ടു. അപ്പോൾ ഫെബ്രുവരി 2019 ഇതിനൊരു ക്ലാരിറ്റി വന്നത്. അതായത് ക്ലാരിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ ചെയ്യാം, പർട്ടിക്കുലറായിട്ട് ഇന്ന പാർട്സ് മാറ്റാമെന്നല്ല, പക്ഷെ ജനറലായിട്ട്, അതായത് ഈക്വലൻറ്റ് ഫങ്ഷണൽ പെർഫോമൻസ് ഉള്ള പാർട്സുകൾ മാറ്റാം ഒന്ന്. പിന്നെ മാനുഫാക്ചർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പാർട്സുകൾ വേണമെങ്കിൽ മാറ്റാം. അതുപോലെ ഹാർഡ് ടോപ്പ് സോഫ്റ്റ് ടോപ്പ് ആക്കാം. ഇങ്ങനെയുള്ള കുറച്ച് സീറ്റുകളുടെ അറേഞ്ച്മെൻറ്റ്സ് മാറ്റാം. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നത്. പക്ഷേ ഇതിനെ സംബന്ധിച്ച് ഒരു സ്റ്റേറ്റ് റൂൾ, ഒരു ക്ലാരിഫിക്കേഷൻ നമ്മൾ പല ക്ലാസ്സുകളിലുമൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ഇപ്പോഴാണ് അറിയുന്നത്. അതിനകത്ത് ചെറിയൊരു അവ്യക്തത ചില ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുകയാണ്. ഞങ്ങൾ അത്തരം അവ്യക്തത തീർക്കാൻ വേണ്ടി ഈ അടുത്ത കാലത്ത് തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇത് സംബന്ധിച്ച് ഒരു സർക്കുലർ ഇറക്കുന്നു. ഏതായാലും അടുത്ത സർക്കുലർ ഉടനെ ഉണ്ടാകും. ശ്രീ മുഹമ്മദ് ഷാഫി ഒന്ന് തുടരുക, ചെറിയൊരു ഇടവേള കൂടി വേണ്ടതുണ്ട്. രണ്ടുപേരും ദയവായി തുടരുക, വളരെ പെട്ടെന്ന് തിരിച്ചെത്തും. ശ്രീ രാജീവ് പുത്തലത്ത്, അതോടൊപ്പം തന്നെ മുഹമ്മദ് ഷാഫി നമ്മളോടൊപ്പം ഉണ്ട്. ശ്രീ മുഹമ്മദ് ഷാഫി, താങ്കൾ പറഞ്ഞ ആ കാര്യത്തിന് ശ്രീ രാജീവ് പുത്തലത്ത് മറുപടി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഏതെങ്കിലും കാര്യത്തിൽ അവ്യക്തതയുണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തത വരുത്തിക്കൊണ്ടുള്ള ഉത്തരവ് ഉടൻ ഉണ്ടാകുമെന്നും ആണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇനി കൂടുതൽ സംശയത്തിന് ഇടയുണ്ടോ? അല്ല, നമുക്കിപ്പോ രാജീവ് സാർ സൂചിപ്പിച്ചിരുന്നു സൺ കൺട്രോൾ ഫിലിമിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വിധിയുണ്ട്. സുപ്രീം കോടതി വിധിയുണ്ട് ഈ ഒരു തരത്തിലുള്ള ഫിലിമും ഗ്ലാസുകളിൽ പാടില്ല എന്നുള്ളത്.
ശരിയാണ്. പക്ഷെ നമ്മുടെ രാജ്യത്ത് കേരളം ഒഴികെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും സൺ കൺട്രോൾ ഫിലിമുകൾ, കാരണം നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് നമ്മുടെ സേഫ്റ്റി നൽകുന്ന നല്ല ഫിലിമുകൾ, നല്ല ഹൈ ക്വാളിറ്റി ഫിലിമുകൾ വാഹനങ്ങളിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചൂട് ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയുകയും ഇതിലൂടെ ഒരുപാട് ഗുണങ്ങളാണ് സേഫ്റ്റി. ഇപ്പം അടുത്ത കാലത്തായിട്ട് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ കടയിൽ നിന്നും ഒരു ദമ്പതികൾ പുതിയ കാറ് കൊണ്ടുവന്ന് എൻ്റെ ഫോണിന് ചില തകരാറുണ്ട് തോന്നുന്നു, പൂർണ്ണമായും അത് കേൾക്കാൻ കഴിഞ്ഞില്ല. ശ്രീ രാജീവ്, അതിന് സൺഗ്ലാസിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു വന്നത്. സുപ്രീം കോടതി വിധി ഉണ്ടെന്നും താങ്കൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ പോലും അതിൽ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഗുണകരമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയതെന്ന് തോന്നുന്നു. മറുപടി അല്ലല്ല, ശ്രീ മുഹമ്മദ് ഷാഫി പറഞ്ഞു വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇത് ഇത്രയധികം ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല, കേരളത്തിൽ മാത്രമേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾക്കുള്ളൊരു അംഗീകാരം കൂടിയാണെന്ന് തോന്നുന്നു. കാരണം സുപ്രീം കോടതി വിധി, അത് എനിക്ക് തോന്നുന്നു ഈ ആക്സസറീസ് കടക്കാരും പിന്നെ ഈ സൺ ഫിലിമിൻ്റെ ആൾക്കാരും ഒക്കെ അതിനെതിരെ അപ്പീലൊക്കെ പോയിട്ടുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുപ്രീം കോടതി വളരെ വിശദമായിട്ട് അത് പഠിച്ചതിന് ശേഷമാണ് ആ ഉത്തരവ് വന്നത്. ആ ഉത്തരവിനെതിരെ നമുക്കൊരു പിന്നെ മറ്റൊരു ഉത്തരവോ അല്ലെങ്കിൽ സർക്കാരിന് സെപ്പറേറ്റ് ഒരു ഉത്തരവോ ഇറക്കാൻ പറ്റില്ല. അത് ഇംപ്ലിമെന്റ് ചെയ്യൽ മാത്രമാണ് നമ്മുടെ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടി. ശ്രീ രാജീവ്, മറ്റൊരു കാര്യം ശരിയാണ്, സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നു, അതാണ് അക്കാര്യത്തിൽ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ലൈറ്റിനെ കുറിച്ചാണ് വല്ലാത്ത പരാതി എന്ന് പറയുന്നത്. വൈറ്റ് ലൈറ്റ് ഇപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആളുകൾക്കൊന്നും കാണാൻ കഴിയാത്ത വിധത്തിൽ, അപകടകരമായ വിധത്തിൽ പല വാഹനങ്ങളിലും വൈറ്റ് ലൈറ്റ് കാണുന്നുണ്ട്. എന്താണ് അക്കാര്യത്തിൽ ഒരു വ്യക്തത? അത് സുരേഷ്, ഈ വൈറ്റ് ലൈറ്റ് എന്നല്ല, ജനറലായിട്ട് ഒരു വാഹനത്തിന് പരമാവധി അലൗഡ് ആയിട്ടുള്ള ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 to 60 വാട്ട്സ് ആണ്. അതിലും അതിൻ്റെ ലൈറ്റ് ഇൻറ്റൻസിറ്റിയും പറയുന്നുണ്ട് ഏകദേശം 1500 2000 ലൂമിനസിൽ കൂടാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അത്തരം അതുവരെയുള്ള രൂപമാറ്റങ്ങളൊക്കെ ഓക്കെയാണ്, പക്ഷേ അതിൽ കൂടുതൽ പാടില്ല. പിന്നെ വൈറ്റ് ലൈറ്റിനെ പറ്റി, വൈറ്റ് ലൈറ്റ് കാണുന്നത് വലിയ വില കൂടിയ വാഹനങ്ങളിലൊക്കെ നമുക്ക് കാണാം. അത് സെനോൺ ലൈറ്റാണ്. സെനോൺ ലൈറ്റ് അതിൻ്റെ പിന്നെ ലോവർ ബീമിൽ മാത്രമാണ് പലപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അത് അത്തരം ലൈറ്റുകൾ സെൻട്രൽ ഗവൺമെൻറ് അംഗീകരിച്ച ARI അല്ലെങ്കിൽ CIRT, ICAT പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ ടെസ്റ്റ് ചെയ്ത് അംഗീകരിച്ച ഇത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതലുള്ള ഇപ്പോൾ പലപ്പോഴും മാർക്കറ്റിൽ കിട്ടുന്നത് 9000 ലൂമിനസ് കപ്പാസിറ്റിയൊക്കെ ഉള്ളതാണ്. അത്തരം ലൈറ്റുകൾ ഉപയോഗിക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് എതിരാണ്. അല്ല, അതിലാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത് പോലെ ഇപ്പോൾ BMW ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റു ചില ഉയർന്ന വാഹനങ്ങളാണെങ്കിൽ ഇൻബിൽറ്റ് ആയിട്ട് അത്തരത്തിലുള്ള ലൈറ്റുകൾ വരുന്നുണ്ട്. എൻ്റെ കാറിൽ ഞാനിതിങ്ങനെ ഓൾട്ടർ ചെയ്തപ്പോൾ എന്നെ പിടിച്ചു, അതാണൊരു പരാതി. അല്ല സുരേഷ്, അത് BMW കാണുന്ന കളർ വൈറ്റ് സെനോൺ ലാമ്പാണ്. ആ സെനോൺ ലാമ്പ് ഈ ഓതറൈസ്ഡ് ടെസ്റ്റിംഗ് ഏജൻസികൾ ടെസ്റ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്തതാണ്. നമുക്കിവിടെ ലോക്കൽ മാർക്കറ്റിൽ കിട്ടുന്ന അത്തരം ലൈറ്റുകളല്ല. BMW അതുപോലുള്ള ഉയർന്ന വാഹനങ്ങളിൽ മറ്റുള്ളവരുടെ കണ്ണിലടിക്കാതെ ഉള്ള ടൈപ്പ് ലൈറ്റുകളാണ്. രണ്ടാണ്. വൈറ്റ് ആയതുകൊണ്ട് രണ്ടും ഒരേ ടൈപ്പാണെന്നുള്ളത് തെറ്റിദ്ധാരണ. മറ്റൊരു സംശയം കൂടെ, ഇപ്പോൾ ആളുകൾ വിളിച്ചു പറയുന്നത്, ഇപ്പോൾ എൻ്റെ കുട്ടിയുടെ പേര് വാഹനത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ചതിന് അതിന് ഫൈൻ ഈടാക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തൂക്കിയിട്ടാൽ അതിന് ഫൈൻ ഈടാക്കുന്നു, അങ്ങനെ ചെറിയ സ്റ്റിക്കറുകളൊക്കെ പതിച്ചു കഴിഞ്ഞാൽ ഫൈൻ ഈടാക്കുന്നു എന്നാണ്. ഒരിക്കലുമില്ല, അത് ഞാൻ പൂർണ്ണമായും നിഷേധിക്കുകയാണ്. അത്തരം ഒരു നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് ചെയ്തിട്ടില്ല. ഇനി ചെയ്യാം, എവിടെയും ചെയ്തിട്ടുണ്ട് തന്നെ ചെയ്യാൻ പാടില്ല എന്നുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സ്റ്റിക്കറുകളെ പറ്റി ഞാൻ പറയാം. നമുക്കിപ്പോൾ ഒരു വാഹനം വാങ്ങി അതിൻ്റെ സൈഡിൽ ഗ്രാഫിക്സ് പതിപ്പിക്കുന്നതിനെയോ അല്ലെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ മുകൾ ഭാഗം ബ്ലാക്ക് ആക്കുന്നതിനെയോ അല്ലെങ്കിൽ ചിലവർ കാണാം ഡിക്കും ബോണറ്റും മാത്രം ബ്ലാക്ക് ആക്കും. അത്തരം ഗ്രാഫിക്സ് വർക്കുകൾക്കൊന്നും ഞങ്ങൾ എതിരല്ല. ഓൺലി തിങ്, നിങ്ങളത് ആപ്ലിക്കേഷൻ പോലും ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. മറിച്ച് വാഹനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള കളറുകൾ, അതിൻ്റെ ബേസ് കളർ ആൾട്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ പെർമിഷൻ്റെ ആവശ്യമുള്ളൂ. മറ്റ് സ്റ്റിക്കർ വർക്കുകൾ, അതുപോലെ ഗ്ലാസ്സുകളിൽ ചിലപ്പോൾ പ്രസ്, അതുപോലെ ഡോക്ടർ,
പക്ഷെ അത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല. അതും ഒരു ഇതുണ്ട്. ഏതായാലും സമയം തീരുകയാണ്. അവസാനമായി ഈ പബ്ലിക്കിന് ഇക്കാര്യത്തിൽ വലിയൊരു ആശങ്കയുടെ കാര്യമൊന്നുമില്ല. വളരെ കൃത്യമായി ആളുകൾക്ക്, യാത്രക്കാർക്ക് സഹായകമായിട്ടുള്ള നടപടിയായിരിക്കും മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. അതെ, തീർച്ചയായും. റൈറ്റ്. ഏതായാലും വളരെയധികം നന്ദി. സമയപരിമിതി ഉണ്ട്. കുറേ കാര്യങ്ങൾ പ്രേക്ഷകർക്കും വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ കോളുകളും നമ്മൾക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ദയവായി ക്ഷമിക്കുക. ഏതായാലും വാർത്തയിൽ നിന്ന് പൂർണ്ണമാകുകയാണ്. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്ത കാണാം. നമസ്കാരം.